കൽപ്പന ലംഘനം ആത്മാവിൻ്റെ മരണമാണ്. ദ ബ്രേക്കിംഗ് ഓഫ് ദ ലോ ഈസ് ദ ഡെത്ത് ഓഫ് ദ സ്പിരിറ്റ്. സ്പിരിറ്റ് റലമാണ് എപ്പോഴും സംസാരിക്കുന്നത്. ആത്മീയ ഗോളം, ജഡീക ഗോളം, ആത്മീയ ഗോളം കൂടെ നോക്കുമ്പോൾ ജഡീയ ഗോളത്തിന് ആത്മീയ ഗോളത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു പ്രസക്തി ഇല്ല. ആത്മീയ ഗോളം ശരിയായിക്കഴിഞ്ഞാൽ ജഡീയ ഗോളം തനിയെ ശരിയാകും. ദ പീസ്, അതായത് ദൈവസമാധാനം ഉള്ളിൽ വരുമ്പം ചുറ്റുപാടും സമാധാനം വ്യാപരിക്കും. നമ്മൾ ഈ അസുഖങ്ങൾ വരുമ്പോൾ ഒരാൾക്കുള്ള ഒരു കണ്ടേജിയസ് ഡിസീസ് ആണെങ്കിൽ, അവർക്ക് പകരുന്ന അസുഖമാണെങ്കിൽ ചുറ്റുപാടും പകരും. അതെല്ലാവർക്കും അറിയാം. അതിൽ എത്രയോ ഉന്നതമാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കുന്നുവെങ്കിൽ അത് ചുറ്റുപാടും പകർന്നുകൊണ്ടേ ഇരിക്കുന്നു. ക്രിസ്തു ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അവൻ്റെ സാന്നിധ്യം നമ്മളെ ഇങ്ങനെ ടച്ച് ചെയ്ത്, അതായത് വേവ് ആഫ്റ്റർ വേവ്, നമ്മൾ കാറ്റടിക്കുന്നത് പോലെ ദൈവചൈതന്യം നമ്മുടെ മേൽ വന്ന് കൊണ്ടുകൊണ്ടേ ഇരിക്കണം. കർത്താവ് വിശ്വസ്തൻ തന്നെയാണ്. കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള സ്നേഹത്തിൻ്റെ ആഴം സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനൊക്കത്തില്ല. ഒരു സിമ്പിളായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നത്, ചിലപ്പം നമുക്ക് ദൈവത്തോടുള്ള സ്നേഹമൊക്കെ മറന്ന് നമ്മളിങ്ങനെ ലോകത്തിൻ്റെ പുറകെ ഇങ്ങനെ ചിന്തിച്ചു പോകും. അപ്പോഴെല്ലാം ഞാൻ തിരിച്ചു വന്ന് പറഞ്ഞു, ലോർഡ്, എനിക്ക് നിൻ്റെ സ്നേഹം മാറിപ്പോയി, നിൻ്റെ സ്നേഹം എനിക്കില്ല, സമ്മതിക്കുന്നു, ഇട്ട് തരാമെങ്കിൽ ഐ വിൽ ബി ഓൾ റൈറ്റ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ വേറൊരു തലത്തിലോട്ട് എന്നെ ദൈവം പോക്കും. അതായത് വി നോ വാട്ട് വി ലാക്കിങ്. എനിക്ക് ആ ദൈവത്തിൻ്റെ സ്നേഹം എന്നിൽ ഇപ്പോൾ ഇല്ല കർത്താവേ എന്ന് പറഞ്ഞത്. അത് റിയാക്ഷൻ വരുമ്പോൾ നമ്മൾ ഈ പ്രോആക്റ്റീവ് എന്ന് പറയും. ഒരു കാര്യം നമുക്ക് ഇഷ്ടമില്ലാത്ത കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്നാണ് ആ ചിന്ത കയറി വരുന്നത്, അഴുക്ക് ചിന്ത. പക്ഷെ അതിനെ നമ്മൾ കീഴടക്കി വെച്ച് പറഞ്ഞു, ലോർഡ് ഐ എം സോറി, എൻ്റെ ആത്മാവിന് അനുയോജ്യമല്ല ചിന്തിച്ചത്. അതുകൊണ്ട് ഈ കൽപ്പന ലംഘനം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ഈ നമ്മൾ ഉൽപ്പത്തി നോക്കുമ്പോൾ ദൈവം തൻ്റെ ഛായയിലും തൻ്റെ സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തി 1:26 പറയുന്നുണ്ട്. അവിടെ ദൈവത്തിൻ്റെ ഛായയും ദൈവത്തിൻ്റെ പ്രതിരൂപവും ഈ മനുഷ്യനിൽ കാണത്തക്ക വിധത്തിൽ സൃഷ്ടിച്ചിട്ട് സകല സുഖങ്ങളും കൊടുത്തിട്ട് ദൈവം അവന് ദൈവത്തിൻ്റെ സ്വഭാവമാകുന്ന ഫ്രീ ചോയ്സ്, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. രണ്ട് കാര്യം, ഒരു ടെസ്റ്റിങ് പോലെ രണ്ട് കാര്യങ്ങൾ രണ്ട് വൃക്ഷം നടുക്ക് വെച്ചിരിക്കും. ഒന്ന് ജീവവൃക്ഷം, മറ്റേത് നന്മ തിന്മയുടെ വൃക്ഷം. എപ്പോൾ നീ നന്മ തിന്മയുടെ വൃക്ഷം കഴിക്കുന്നുവോ അപ്പോൾ നിൻ്റെ ആത്മാവ് മരിക്കും. അപ്പം പിന്നെ എന്നെ ആവശ്യമില്ലെന്ന് അതിൻ്റെ അർത്ഥം. ജീവവൃക്ഷം ക്രിസ്തുവാണ്. എന്നെ ആവശ്യമില്ലെങ്കിൽ പിന്നെ നിനക്ക് ആ ഫ്രീഡം ഞാൻ തരികയാണ്. ഇത് ചില അപ്പനമ്മമാരും, ഞാൻ നിന്നെ വളർത്തിക്കൊണ്ട് വന്നു, നീ ഇപ്പം വലിയ ശമ്പളക്കാരനായി, നീ പഠിച്ചു, നിനക്ക് വേണ്ടതെല്ലാം ഉണ്ട്, ഇനിയിപ്പം നീ എന്നെ വന്ന് കണ്ടില്ലേലും കുഴപ്പമൊന്നുമില്ല, നിനക്ക് എന്നെ സ്നേഹിക്കുന്നെങ്കിൽ കാണുക, അല്ലെങ്കിൽ നീ വന്നില്ലേലും ഒരു കുഴപ്പമില്ല. കാരണം അവന് സ്നേഹമില്ലെങ്കിൽ വന്നിട്ട് എന്ത് കാര്യം? ഇതാണ് ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം. ആ സ്നേഹബന്ധത്തിനോട് ഈക്വലായിട്ട് വേറൊന്നുമില്ല. ആ സ്നേഹമെന്ന് പറയുന്നത് അത് എത്ര നിർവചിച്ചാലും സ്നേഹം കൊണ്ട് നമുക്ക് മനസ്സിലാകത്തില്ല. അത് ക്രിസ്തു ആകാൻ നമുക്ക് സാധിക്കുമോ? ദൈവമാകുന്ന ദൈവമായിട്ട് നമുക്ക് ആകാൻ സാധിക്കുമോ? ഈ ലോകത്തിൽ വെച്ച് ഒക്കുമോ? ഇതൊക്കെ ചിന്തിക്കുമ്പോൾ ആഴത്തിലോട്ട് നമ്മൾ ഇറങ്ങുക. പലപ്പോഴും ദൈവം എന്നോട് പറയും, ആഴത്തിലോട്ട് ഇറങ്ങുക, കം ഡീപ്പർ. അതായത് ഈ മുത്തുച്ചിപ്പി എടുക്കാൻ ആഴത്തിൽ പോകുന്നത് പോലെ നമ്മൾ ദൈവസന്നിധിയിൽ അല്പനേരം ഇരിക്കണം. പലപ്പോഴും വചനം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, 3 തൊട്ട്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ്റെ പ്രിയനായ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിച്ച്. ഒത്തിരി നീണ്ടതാണ്, അത്രയൊന്നും ചിന്തിക്കേണ്ട, ചെറിയ കാര്യം മാത്രം എടുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന് സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്താണ്? അപ്പോൾ ഞാൻ പോകുന്നിടത്ത് എനിക്ക് മുമ്പേ ക്രിസ്തു പോയിട്ടുണ്ടെങ്കിൽ ആ വഴി ശരിയാണ്. പോകണോ വേണ്ട എന്നൊന്ന് ചോദിക്കണം. കർത്താവേ, പോകുമ്പം കവർ ചെയ്യാതെ വിടരുത്. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതായത് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് വി ഗോയിങ് അവേ. ചിലപ്പോൾ നമ്മുടെ ഭർത്താവ് വീട്ടിലിരിക്കും, നമ്മളൊരു സ്ഥലത്തേക്ക് പോകാം, ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ചു വരണം എന്ന് അദ്ദേഹം പറയും, ഇല്ലേ? തിരിച്ചു വരാനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ വരും. ചിലപ്പോൾ ഒത്തില്ലെങ്കിൽ നമ്മൾ വിളിച്ചു പറയും. പക്ഷേ എവിടെയാണെന്ന് അറിയാൻ വയ്യാത്ത സാഹചര്യം വരുമ്പം നമുക്ക് ഭയം വരും. അവർക്ക് വീട്ടിലിരിക്കുന്നവർക്ക് ഭയം. ദാറ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ലോർഡ് ഈസ് പോസിബിൾ ഓൺ എ ഡെയിലി ബേസിസ്. ദൈവവുമായിട്ടുള്ള ബന്ധം
അത് പരിശുദ്ധാത്മാവ് ഇട്ട് തരണം. ഒന്ന് ചോദിക്കാം, കർത്താവേ ഇതെനിക്ക് ആവശ്യമുണ്ട്, എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് എന്നെ നിറച്ചെങ്കിൽ എന്താണ് എനിക്കിത് പ്രാപിക്കാൻ ഇത്ര പാട്? കാരണം ഇത് ആത്മീകത്തിലാണ് തൊടേണ്ടത്. ഇത് നമ്മൾ ഈ ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ ജഡീക ശക്തി കൊണ്ട് പ്രാപിച്ചെടുക്കാൻ ഒക്കുമോ? ഒക്കത്തില്ല. എന്നാൽ ജ്ഞാനം വേണ്ടേ, ബുദ്ധി വേണ്ടേ, പഠിക്കണ്ടേ? വേണം. പക്ഷെ അതൊരു സോഴ്സ് മാത്രം, അതൊരു വഴി മാത്രമാണ്. ആർ യു റിയലി സെർവിങ് ഗോഡ് ആൻഡ് ബ്രിങ്ങിങ് ഗ്ലോറി ടു ലോഡ്? കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ സ്വന്തം പുത്രനെ ഈ ഉലകസ്ഥാപനത്തിന് മുൻപേ തീരുമാനിച്ച് കാലത്തിൻ്റെ തികവിൽ നമുക്ക് വേണ്ടി മനുഷ്യനായിട്ട് വന്ന് ജീവിച്ചു. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിട്ട് കടന്നു വന്ന് ജീവിച്ച ഒരേ ഒരു വ്യക്തി യേശു മാത്രം. അവനിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. ആ പാറയ്ക്ക് ഒരിക്കലും വ്യതിയാനം ഉണ്ടാകരുത്. അതിന് വിപരീതമായ ഉപദേശങ്ങളോ ചിന്തകളോ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകരുത്. അതുകൊണ്ട് ലംഘനം, അതായത് കൽപ്പന എപ്പോഴാണ് കൊടുത്തത്? മനുഷ്യൻ്റെ കോൺഷ്യൻസിൽ, മനസ്സാക്ഷിയിൽ ദൈവത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന് വിപരീതമായിട്ട് അവിടെ നടക്കാതായപ്പോൾ ദൈവം പറഞ്ഞു മനുഷ്യന് നിയമം കൊടുക്കാമെന്ന്. അങ്ങനെയാണ് മോശയ്ക്ക് ദൈവം 10 കൽപ്പനകൾ നിയമങ്ങളും കൊടുത്തു. അങ്ങനെ യഹൂദന്മാർക്ക് നിയമങ്ങളുടെ ഒരു സംഗ്രഹം, ഒരു കൂട്ടായ്മ, ഒരു ബുക്ക് നിറച്ച് നിയമങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്തിനാ? അവർക്ക് ജഡത്തിൽ ചിന്തിക്കാൻ അറിയാൻ വയ്യ. പക്ഷേ ഈ ജഡത്തിൽ ഈ 10 കൽപ്പനകൾ അനുസരിക്കേണ്ടതിന് ആദ്യത്തെ അനുസരണം വേണ്ടത് നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവും കൂടെ സേവിക്കുക എന്നുള്ളതാണ്. അതാണ് ഇത് കാതലായ കാര്യം. അത് ശരിയല്ലെങ്കിൽ ബാക്കി ഒന്നും ശരിയാകത്തില്ല. നമ്മൾ അതിനെ മാത്രം, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പം അത് ദൈവമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരിക്കലും അത് ദൈവം അല്ല. മനുഷ്യൻ താഴ്ചയിലോട്ട് പോവുകയാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ ഒരു സിവിലൈസേഷൻ മാത്രമേ ഉള്ളായിരുന്നു ഉയർന്ന്. വേറെ സിവിലൈസേഷൻസും ഉണ്ടായിരുന്നു, അവരൊക്കെ നശിച്ചു പോയല്ലോ. നമുക്ക് തന്നിരിക്കുന്ന ഈ സമയം നമ്മൾ വ്യക്തമായിട്ടും ദൈവത്തിന് വേണ്ടി ഉറച്ചു നിൽക്കണം, ഉറച്ച പാറയിൽ. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുൻപേ അവൻ എന്നെ തിരഞ്ഞെടുത്തെന്ന് വചനം പറയുന്നു. അതാണ് എഫെസ്യർക്കെഴുതിയ ലേഖനം 1:4. അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ അവനിൽ തിരഞ്ഞെടുത്തു. എത്ര പേർക്കറിയാം? അപ്പം നമ്മൾ ഇവിടെ 1 Corinthians 12:14 പറയുന്ന പോലെ ഈ ശരീരത്തിന് പല അവയവങ്ങളുണ്ട്. അങ്ങനെയൊക്കെ കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്. ഇതെല്ലാം ഒരേപോലെ കൈയായിരുന്നെങ്കിൽ എന്തൊരു പ്രയാസമായിരുന്നു. എല്ലാം കാലായിരുന്നെങ്കിൽ അങ്ങനെയല്ലേ പൗലോസ് പറയുന്നത്? എല്ലാം കണ്ണായിരുന്നെങ്കിൽ എന്നെ ഗുണം. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ പലതെങ്കിലും അതൊന്നിച്ച് പ്രവർത്തിച്ച് ആ ശരീരത്തിനെ കൊണ്ട് നടക്കുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ സഭ നമ്മൾ ഒന്നായിട്ട് കാണത്തക്ക വിധത്തിൽ, ദൈവത്തിൻ്റെ സഭ ഒന്നായിട്ട് കാണത്തക്ക വിധത്തിൽ നമ്മളിൽ രൂപാന്തരം ഉണ്ടാണോ? 1 Corinthians 12:14. അത് ഭാഗം ഒന്ന് വായിക്കാം. 12:14 ഇങ്ങനെയാണ് വായിക്കുന്നത്: ശരീരം ഒരു അവയവമല്ല പലതത്രേ, ഞാൻ കൈയല്ലായകൊണ്ട് ശരീരത്തിനുള്ളതല്ല എന്ന് താൻ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിനുള്ളതെന്ന് വരത്തില്ല. ഞാൻ കണ്ണല്ലായകൊണ്ട് ഇത് തന്നെ കണ്ണ് ചെവി, ശരീരം മുഴുവൻ കണ്ണായ ശരീരം മുഴുവൻ ചെവിയായാൽ എന്നാ ഗുണമാണ്? അങ്ങനെയല്ലേ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ. എല്ലാവർക്കും എല്ലാം അറിയാം, ആർക്കും ഒന്നും അറിയത്തില്ല. ഏതിലെങ്കിലും ഒന്നിൽ മറ്റുള്ളവരെ കാട്ടിലും വിസ്ഡം അല്ലെങ്കിൽ ജ്ഞാനത്തിൽ വളരാൻ ആഗ്രഹിക്കുക. ഞാനവിടെ ചെല്ലുന്നത് കൊണ്ട് എന്നിലുള്ള ദൈവം ഇട്ടിരിക്കുന്ന ഈ കൃപ അവർക്കും കൂടെ പ്രയോജനമാകട്ടെ എന്ന് ചിന്തിക്കുന്നവരെത്ര പേരുണ്ട്. അതുകൊണ്ട് ഒരു ചർച്ചിലോ ഒരു സഭയിലോ നമ്മളിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ ഒരു വിളക്കാണ് നമ്മൾ. ആ വിളക്ക് അവിടെ ഇല്ലെങ്കിൽ അവിടെ ഇരുട്ടാണ്. വേറെ ആർക്കും അത് റീപ്ലേസ് ചെയ്യാനൊക്കത്തില്ല. അപ്പം നമ്മൾ പോകുന്നത് നമ്മളാകുന്ന വിളക്കിനെ അല്ലെങ്കിൽ ഈ പ്രകാശത്തിന് മറ്റൊരു ദൈവമഹത്വത്തിന് വേണ്ടി നമ്മളെ കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ നിന്നില്ലെങ്കിൽ ആര് നിൽക്കും, നീ പോയില്ലെങ്കിൽ ആര് പോകും എന്നൊരു ചോദ്യം നമ്മുടെ മേൽ വരുന്നുണ്ട്. അതെല്ലാവർക്കും ഉണ്ടെന്ന് ഓർക്കണം. അത് പഠിത്തമുള്ളവർക്കും പഠിത്തം ഇല്ലാത്തവർക്കും പണമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ ഉണ്ട്. നമ്മളെ ഏൽപ്പിച്ച ജോലി നമ്മൾ ചെയ്തെടുക്കണം. ശരീരത്തിൻ്റെ അവയവങ്ങൾ പലതെങ്കിലും അവരൊന്നിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ ശരീരത്തിൻ്റെ ഇഫക്റ്റീവായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നത് പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം പോലെ തന്നെ സഭയെ കാണുകയാണെങ്കിൽ അവിടെ വഴക്കുണ്ടാകത്തില്ല. മറ്റുള്ളവരുടെ നന്മ അപ്രൂവ് ചെയ്യണം.
അതായത് അവർക്ക് വചനം പറയാനാ കഴിവെങ്കിൽ അതിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അവർക്ക് പാട്ട് പാടാനാ കഴിവെങ്കിൽ അത് പഠിപ്പിക്കാനാ. അവർ ആ കഴിവ് നമ്മൾ പോയി അവരുടെ ഷൂസിൽ നിൽക്കണ്ട. അവർക്ക് കൊടുത്തിരിക്കുന്ന കഴിവുകൾ, അതാണ് സമൂഹത്തിൻ്റെ ഒരു ചെറിയ ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം. അല്ല ഞാൻ ആരെ നിങ്ങൾ വലുതെന്ന് കാണിക്കാനല്ല. ഇതെല്ലാം കൂടെ ഒന്നിച്ചാകുമ്പം ഒരു ശരീരം പ്രവർത്തിക്കുന്ന പോലെ ആ ചേർച്ചോ ആ സമൂഹമോ ആ സഭയോ ദൈവമഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കും. ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ ഉള്ള ആഗ്രഹം പരിശുദ്ധാത്മാവ് കുടുംബങ്ങളിൽ തരണം. സ്വന്തം ന്യൂക്ലിയർ ഫാമിലിയിൽ തരണം, കുടുംബങ്ങളിൽ വലിയ കുടുംബങ്ങളിൽ തരണം, ചർച്ചിൽ തരണം, സഭയിൽ തരണം, സമൂഹത്തിൽ തരണം. നമ്മൾ താമസിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ. അത് പറയുന്നുണ്ട്, നിങ്ങളെൻ്റെ കൃപയിൽ കടന്നു വരണം. ഞാൻ എന്തും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് നമ്മൾ ദൈവകൽപ്പന അനുസരിക്കണം. ആ അനുസരണത്തിൻ്റെ ആത്മാവ് ദൈവം നമ്മളെ ഇട്ടിരിക്കുകയാണ്. കർത്താവ് എത്രയോ സ്നേഹത്തോടു കൂടി നമ്മളെ കൊണ്ട് നടക്കുകയാണ്. നമ്മൾ ഈ അടുത്തിടെ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് ഒരാൾ പറഞ്ഞ് എന്നെ ടച്ച് ചെയ്തു. ഒരു മനുഷ്യന് 4 ഭാര്യമാരുണ്ടായിരുന്നു. മരിക്കാൻ സമയത്ത് ഭർത്താവ് ഓരോ ഭാര്യയോടും കൂടെ എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിക്കുക. 4 ഭാര്യമാരെ വിളിച്ചിട്ട് മരിക്കാൻ സമയത്ത് ഭാര്യമാർ 1, 2, 2 തൊട്ട് 4 വരെയുള്ള ഭാര്യമാർ പറഞ്ഞു ഞങ്ങൾക്ക് ഞാൻ വരത്തില്ല. 2ാമത്തെ ഭാര്യയെ വിളിച്ചു, ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. 3ാമത്തെ ഭാര്യയെ വിളിച്ചു, ഞാനും വരത്തില്ല. 4ാമത്തെ ഭാര്യയെ വിളിച്ചു, അവരും വരത്തില്ലെന്ന് പറഞ്ഞു. എന്നാൽ 1ാമത്തെ ഭാര്യയെ ചോദിച്ചു, നീ എൻ്റെ കൂടെ വരുമോ, ഞാൻ മരിക്കാൻ പോകും. അപ്പോൾ 1ാമത്തെ ഭാര്യ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എപ്പോഴും എന്ന് പറഞ്ഞ് സമാധാനിച്ചു. ഇതിലൊരു വലിയ അർത്ഥം പറയുന്നത്, 1ാം ഭാര്യ പരിശുദ്ധാത്മാവാണ്. 1ാം ഭാര്യ അദ്ദേഹം കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴേ ഡിവോഴ്സ് ചെയ്തു. കാരണം എൻ്റെ ഇഷ്ടത്തിന് തുള്ളാനൊക്കുന്നില്ല, മനസ്സിലായോ? അതുകൊണ്ട് ഡിവോഴ്സ് ചെയ്തു. 2ാം ഭാര്യ എന്ന് പറയുന്നത് ബന്ധുമിത്രാദികളാണ്. അവർക്കെല്ലാം എനിക്ക് കൂട്ടുള്ളപ്പോൾ അവരുടെ ഇടയ്ക്ക് ഞാനിങ്ങനെ കുറേ ആളായിട്ട് കളിച്ചു. അവരും മരിക്കുമ്പോഴും പ്രയാസത്തിലും നമ്മുടെ കൂട്ടത്തില്ല. 3ാം ഭാര്യ എൻ്റെ സ്വത്താണ്, അത് ഞാൻ കുറച്ച് നാൾ കൊണ്ട് കളിച്ച് നടന്നു, അതും മരിക്കുമ്പം കൊണ്ടുപോകത്തില്ല. 4ാം ഭാര്യ എൻ്റെ ശരീരമാകുന്നു, ഈ ശരീരവും പറയും ഞാനും കൂട്ട വരുന്നില്ലെന്ന്. ശരീരം മണ്ണിൻ്റെ അടിയിൽ പോയത് അഴുകിപ്പോവും. എന്നാൽ ഒരിക്കലും മാറാത്തതായിട്ടുള്ള പരിശുദ്ധാത്മാവ് ആദ്യ ഭാര്യ. നമ്മൾ ബി എ ബിട്രോത്ത് ടു ദ ലിവിങ് ഗോഡ്. ആ മർമ്മം നമ്മുടെ തലയിലുണ്ടായിരിക്കണം. ഞാൻ ഐ എം ഓൾവേസ് വാക്കിംഗ് വിത്ത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. എൻ്റെ കൂടെ നടക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആത്മമരണത്തിന് ഇടയാകരുത്. എനിക്ക് സുഖങ്ങൾക്ക് വേണ്ടി പോകാൻ എന്നിലുള്ള പരിശുദ്ധാത്മാവിനെ വ്യസനിപ്പിക്കുന്നതായി ഒന്നും നമ്മൾ ചെയ്യരുത്. എന്നാൽ ദൈവത്തിലാകുമ്പം കർത്താവ് പറയുന്നുമുണ്ട്, മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി ഞാൻ സകലതും തരും. ഒരപ്പൻ മക്കൾക്ക് തരുന്നത് പോലെ തരുന്നത് പ്രാപിച്ചാൽ അത് മഹത്വരമായതേ അപ്പച്ചൻ തരത്തുള്ളൂ. അപ്പൻ മക്കൾക്ക് ഏറ്റവും നല്ലതേ കൊണ്ട് കൊടുക്കത്തുള്ളൂ. ഇതൊക്കെ വ്യക്തിപരമായിട്ട് അറിയാതെ എങ്ങനെ. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ ഒരു ചിത്രം വരയ്ക്കുകയാണ് എന്നെക്കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്നത്. അവൻ ആരെയെന്ന് മനസ്സിലാക്കി. നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല യേശു അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു ദൈവം. എൻ്റെ മൂത്ത സഹോദരൻ എൻ്റെ പാപം കൊണ്ടെങ്കിലുണ്ടെങ്കിൽ അത് വിളിച്ചു പറയുന്നവനല്ല, അത് കഴുകിക്കളയുന്നവൻ. നമുക്ക് അവൻ്റെ അടുക്കിലേക്ക് കടന്നു ചെന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും സന്തോഷവും സമാധാനവും വാങ്ങിച്ചെടുക്കും. നാഥ, നീ ഞങ്ങളെ ഉറ്റുനോക്കുന്നു, ഉറ്റു സ്നേഹിക്കുന്നു. അതാണ് ഞങ്ങൾ നിനക്ക് വേണ്ടി നിൽക്കുന്നതിൻ്റെ ഒരു റീസൺ. നിൻ്റെ സ്നേഹത്തിനെ മറുത്ത് ഒരു മനുഷ്യൻ 4 ഭാര്യമാരെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞു. അതൊരു കഥാപാത്രം. അതിൽ ആദ്യത്തേത് പരിശുദ്ധാത്മാവിനെ ആദ്യമേ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നുള്ള ജീവിതം ലോകജീവിതമാണ്. അങ്ങനെയല്ലേ പലപ്പോഴും ഞങ്ങളൊക്കെ ഓരോരുത്തർക്കും പോയിട്ട് സ്വന്തം കഴിവിൽ പലതും നേടിക്കഴിഞ്ഞ് ഒന്നും ഇല്ലെന്നാകുമ്പം പിന്നെയും തിരിച്ച് നിൻ്റെ അടുക്കൽ ഓടി വരും. അപ്പോഴും പരിശുദ്ധാത്മാവ് ഓടി വന്ന് ഞങ്ങളെ ബലപ്പെടുന്നു. എന്നാൽ സ്നേഹത്തിൻ്റെ ആത്മാവിൽ ഒരിക്കലും നിന്നിൽ നിന്ന് മാറാതെ ഇരിക്കാൻ ഉറച്ച ആ ദൈവീയ സ്നേഹത്തിൽ ഉറച്ച് നിൽപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. തിന്മയായത് ഞങ്ങളുടെ അടുക്കൽ പോലും വരും. ഞങ്ങളുടെ തലമുറകൾ നിന്നെ കണ്ടുകൊണ്ട് ജീവിക്കാൻ ഇടയാക്കണം. ഞങ്ങളിൽ കൂടെ ആ ദൈവീക സ്നേഹം ഒഴുകണം. ഞങ്ങളിവിടെ ഇരുന്ന് വചനം പറയുമ്പോൾ തന്നെ നിൻ്റെ ശാശ്വതമായ ഭുജം അവരുടെ തലമേൽ തൊട്ടിട്ട് അഭിഷേകത്തിൻ്റെ തൈലം അവരുടെ മേൽ ഒഴിച്ചിട്ട് അവരെ പുതു സൃഷ്ടികളാക്കിക്കൊണ്ടിരിക്കുന്ന സ്നേഹത്തിന് സ്തോത്രം. ഒരു വീടാണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് പെയിൻറ്റ് ചെയ്തില്ലെങ്കിൽ അത് വൃത്തികേടാകും. ഞങ്ങളുടെ മനസ്സ്, ദേഹം, ദേഹി, ആത്മാവ് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് വീണ്ടും വീണ്ടും ശുദ്ധീകരിച്ചു കൊണ്ടിരുന്നില്ല എങ്കിൽ ഞങ്ങൾ വീണുപോകും. നിൻ്റെ ആത്മാവിൻ്റെ തേജസ്സുകൊണ്ട് ഞങ്ങളെ കഴുകണമേ, വെളിച്ചം വയ്ക്കണമേ. നിൻ്റെ ജീവൻ്റെ രക്തത്താലും വെള്ളത്താലും ഞങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുദ്ധിയുള്ളവരാക്കപ്പച്ച. ശുദ്ധി നോക്കുന്നത് നീയാണ്.
എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ രക്തത്തിൻ്റെ ശുദ്ധി ഞങ്ങളുടെ ഹൃദയത്തിൽ വീഴട്ടെ അപ്പച്ച. തലമുറകളുടെ മേൽ ഒഴുകട്ടെ അപ്പച്ച. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.